അസ്സലാമലൈക്കും. ഏറ്റവും കൂടുതൽ നമ്മളെ അറിയുന്നവൻ ആരാ? അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തവൻ ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സൃഷ്ടാവ് തന്നെയാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ അതിലൊന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അധ്യായം 13 സൂറ അറഹദില് 8 മുതൽ ഒരു സ്ത്രീയും ഗർഭം ധരിക്കുന്നത് എന്തെന്ന് അള്ളാഹു അറിയുന്നു. ഗർഭാശയങ്ങൾ കമ്മി വരുത്തുന്നതും വർധനവുണ്ടാക്കുന്നതും അവൻ അറിയുന്നു. ഏതൊരു കാര്യവും അവന്റെ അടുക്കൽ ഒരു നിശ്ചിത തോതനുസരിച്ചാകുന്നു. അപ്പൊ ഇവിടെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിന്റെ വളർച്ച എന്താണ് ഏതാണ് ഓരോ കാര്യം സൃഷ്ടാവ് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ ആ കുഞ്ഞ് ജനിച്ചു വീണ് കഴിഞ്ഞാലോ അതിന്റെ നിയന്ത്രണം സൃഷ്ടാവ് തന്നെയാണ് ചെയ്യുന്നത്. അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനും മഹാനും ഉന്നതനുമാണ് അവൻ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രഹസ്യമായി സംസാരിച്ചവനും പരസ്യമായി സംസാരിച്ചവനും രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നവനും പകലിൽ പുറത്തിറങ്ങി നടക്കുന്നവനുമെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു. അർദ്ധരാത്രിയിൽ കൂരി ഇരുട്ടിൽ പോയി ഒളിച്ചു നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പകലിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് സമമാണെന്നാണ് പറയുന്നത്. കാരണം അള്ളാഹു അവരെ വലയം ചെയ്യുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ പോലും അവനെ പറ്റിയും സൃഷ്ടാവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്തവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ളവൻ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ സൃഷ്ടാവാണ്.